തിരുവനന്തപുരം കൊല്ലം സൈഡിലോട്ടൊക്കെ മീൻകറി വറുത്തരച്ചുണ്ടാക്കും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു ബൗൾ തേങ്ങ നമുക്ക് പാനിലിട്ട് എണ്ണയൊന്നും ഒഴിക്കാതൊന്ന് ജസ്റ്റ് ഒന്ന് ആ വെള്ളമായി മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ബ്രൗൺ കളറാവുന്ന വരെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു 1/4 സ്പൂൺ ഉലുവയും പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് കരിയാതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം 1 ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അത് തണുത്തിട്ട് നല്ല മഷി പോലെ നമുക്ക് നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ നമുക്കൊരു മൺചട്ടിക്കകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിയതിന് ശേഷം 1 ഇഞ്ച് വലുപ്പത്തിൽ വരുന്ന ഇഞ്ചി കനം കുറച്ചരിഞ്ഞത് അതിലിട്ടൊന്ന് മൂപ്പിക്കണം. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി വേണം. ഇഞ്ചിയാണ് കൂടുതൽ വേണ്ടത്. ഒരു 3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് മതി. അത് വിട്ട് ഒരു 4 ചെറിയ ഉള്ളിയും കനം കുറഞ്ഞരിഞ്ഞതും കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തക്കാളിയും കൂടി ഇടണം. ഒരു തക്കാളി നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്കതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് വഴണ്ടതിന് ശേഷമാണ് നമ്മൾ അരച്ച് പേസ്റ്റാക്കി വെച്ച് അരപ്പ് ചേർക്കേണ്ടത്. ഇതിനകത്ത് തിരുവനന്തപുരം കൊല്ലം സൈഡിലൊക്കെ ഉണ്ടാക്കുമ്പോൾ പുളിക്ക് പകരം നല്ല പുളിയുള്ള പച്ചമാങ്ങ അതല്ലെങ്കിൽ നമ്മുടെ മുരിങ്ങയ്ക്ക ഒക്കെ ഇടാറുണ്ട്. മുരിങ്ങയ്ക്ക ഇപ്പം വേണമെങ്കിൽ ഇടാം. മുരിങ്ങയ്ക്കയിട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഈ അരപ്പിട്ടതിന് ശേഷം ഞാനിവിടെ പുളിയാണ് ഉപയോഗിക്കുന്നത്. ഒരു 2 പുളിയും വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിയും കുറച്ച് കല്ലുപ്പും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു നല്ലൊരു തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ആ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഏതോ മീനാണോ യൂസ് ചെയ്യുന്നത് അത് നമുക്കതിലോട്ട് ഇടണം. ഞാനിവിടെ വലിയ മീനാണ് ഉപയോഗിക്കുന്നത്. ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. അയല മീനൊക്കെ ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പം അത് തിള വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ച് നമുക്കൊന്ന് വേകാൻ വയ്ക്കണം. ആ മീനൊക്കെ വേകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഞാൻ വേവിക്കും. ആ എണ്ണയൊക്കെ മേലിലൊന്ന് നന്നായിട്ട് തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒഴിച്ച എണ്ണയും ഈ തേങ്ങേൻ്റെ എണ്ണയും ഒക്കെ ആയിട്ട് മണ്ടേ നല്ല എണ്ണ തെളിഞ്ഞ് കിടക്കും. നല്ല ടേസ്റ്റിയായി വറുത്തരച്ച മീൻകറി റെഡിയായി. മീൻകറി ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇത് ട്രൈ ചെയ്യാം.